കോഴിക്കൃഷി പൊതുവെ പ്രത്യേകിച്ച് വേറെ തൊഴിലുകളൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കും വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോഴിമുട്ട വിരിയിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചിലവ് കുറഞ്ഞ ഇൻക്യുബേറ്റർ കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതൽ വിജയകരമായിട്ട് നടക്കും. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു 1.5 ഫൂട്ടിൻ്റെ ഒരു പെട്ടി. അത് തെർമോക്കോൾ നിർമ്മിതമായ പെട്ടി ഉപയോഗിച്ച് നിർമ്മിക്കാം, അല്ലാതെ കാർഡ്ബോർഡ് പെട്ടിയിനുള്ളിൽ ഷീറ്റ് തെർമോക്കോൾ പശിട്ട് ഒട്ടിച്ചിട്ടും നിർമ്മിക്കാം. തെർമോക്കോൾ നിർമ്മിതമായ ബോക്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലധികം പണികളൊന്നും ചെയ്യാനുണ്ടാവില്ല. ഇൻക്യുബേറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിന്നെ ഒരു DC എലിമിനേറ്റർ വേണം ഇതിൻ്റെ ബോർഡിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ അകത്ത് ഒന്ന് പവർ സപ്ലൈ കൊടുക്കുന്ന 2 വയറും പിന്നെ ഇതിൻ്റെ ഈ സെൻസർ, ഈ ടെമ്പറേച്ചറിൻ്റെ സെൻസറിൻ്റെ വയർ കണക്ട് ചെയ്യുന്ന ഒരു വയറും പിന്നെ അതുപോലെ ഒരു DC ഫാൻ കണക്ട് ചെയ്യുന്നതിനുള്ള 2 പോയിൻ്റ് ഉണ്ടാവും. ഇതിൽ പ്ലസും മൈനസൊക്കെ വേറെ വേറെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വേറൊരു പ്ലഗ് വെച്ചിട്ട് ഒരു ബൾബ് ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. അതായത് ഈ പെട്ടിയിൽ 2 ഓട്ട ഇട്ടിട്ട് സൂക്ഷ്മമായ 2 ഓട്ട ഇട്ടിട്ട് ആ ഓട്ടയിൽ കൂടി ഒരു ബൾബ്, ഒരു 40 വാട്ട്സിൻ്റെ ബൾബ് ഹോൾഡർ വെച്ച് അതിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. അതൊരു 2 ഇഞ്ച് ഉയരത്തിലായിട്ട് വെക്കണം. അതിൻ്റെ ചുവട്ടിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അതെന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. DC ഫാൻ ഉപയോഗിക്കുന്നത് ഈ ചൂട് എല്ലാ ഭാഗത്തേക്കും വീശിയടിക്കുന്നതിന് വേണ്ടിയാണ്. കോഴിമുട്ട വിരിയുന്നതിന് ആവശ്യമായ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇത് 37ലാണ് ഈ ബോർഡ് വരുന്നത്. 37ലും വിരിയും. അതായത് ബൾബിൻ്റെ ചൂട് കൊണ്ട് കോഴിമുട്ട വിരിയാന്നുള്ളതല്ല സംഭവിക്കുന്നത്. കോഴിമുട്ടക്കുള്ളിലെ ഭ്രൂണം വളരുന്നതിന് ആവശ്യമായ സ്വാഭാവിക ടെമ്പറേച്ചറാണ് 33 ഡിഗ്രി സെൽഷ്യസ്. ഈ 33 ഡിഗ്രി സെൽഷ്യസിൽ അത് വിരിയാൻ ആവശ്യമായത്ര സമയം വെച്ചാൽ അത് വിരിയും. ഇങ്ങനെ വിരിയിക്കാൻ തിരഞ്ഞെടുക്കുന്ന കോഴിമുട്ട ഈ പൂവൻ കോഴിയുള്ള സ്ഥലത്തുനിന്ന് എടുക്കുന്ന മുട്ടയ്ക്കണം, അല്ലെങ്കിൽ വിരിയൂല. എല്ലാ കോഴിമുട്ടയ്ക്കും മുകളിൽ ഒരു മാർക്ക്, അതായത് മാർക്കർ പെൻ കൊണ്ടൊരു മാർക്ക് ഇടണം. ഇത് രാവിലെ സമയത്ത് ഈ മാർക്കെല്ലാം മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെക്കണം. വൈകുന്നേര സമയമായാൽ ഈ മാർക്ക് അടിയിൽ പോകുന്ന രീതിയിൽ തിരിച്ചു വെക്കണം. അങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വിരിയുള്ളൂ. കോഴിമുട്ടനെ ചിറക് ഉപയോഗിച്ച് തിരിക്കുന്നുണ്ട്. അതിന് പകരമാണ് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തിരിച്ചു വെക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഈ കാർഡ്ബോർഡ് പെട്ടിനുള്ളിൽ ഷീറ്റ് തെർമോക്കോൾ ഒട്ടിച്ചിട്ടും ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കി ചെയ്യാവുന്നതാണ്. കോഴിമുട്ട വെച്ച സ്ഥലത്തിൻ്റെ ഈ ബൾബിന് ഇടയിൽ ഒരു ഇരുമ്പിൻ്റെ കനം കുറഞ്ഞ നെറ്റ് പെട്ടീൻ്റെ 2 അറ്റം മുട്ടിച്ച് നിർത്തുന്നത് നല്ലതാണ്. എന്താ പറഞ്ഞാൽ കോഴിമുട്ട വിരിഞ്ഞതിന് ശേഷം ഈ കോഴിക്കുട്ടികൾ ബൾബിൻ്റെ അടുത്തേക്ക് പോയി ചൂട് തട്ടി പൊള്ളയേൽക്കാതിരിക്കാൻ. ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു പ്ലാസ്റ്റിക് പെട്ടി വാങ്ങിക്കാൻ കിട്ടും, ഈ പോളിത്തീൻ്റെ. ആ പോളിത്തീൻ പെട്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ വയറുകൾ പുറത്തേക്ക് എടുക്കാനുള്ള കട്ടിങ് ബ്ലേഡും ഉണ്ടാക്കിയതിന് ശേഷം അതിൽ 2 ഓട്ടയ്ക്ക് അടിച്ചിട്ട് പ്ലാസ്റ്റിക് വയർ ഇട്ടിട്ട് ടൈറ്റിലവിടെ കെട്ടി ഉറപ്പിച്ച് നിർത്തുക. ഇല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അതിൻ്റെ പോയിന്റുകളൊക്കെ പുറത്തായതുകൊണ്ട് അബദ്ധത്തിൽ കൈയ്യേറ്റ് തട്ടിയ ഷോക്ക് അടിക്കും. അത് ഒഴിവാക്കാൻ. അതുപോലെ ഈ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസറിൻ്റെ ഒരു വയറുണ്ടാവും. അതായത് ടെമ്പറേച്ചർ കൂടുന്നേരം ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതിനുള്ള ആ വയർ പെട്ടീൻ്റെ മുകളിൽ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് ആ ഓട്ടയിൽ കൂടി ഇതിനുള്ളിലേക്ക് കടത്തി വെക്കണം. അതുപോലെ ഈ DC ഫാൻ ഈ ബൾബിൻ്റെ മുന്നിലായിട്ട് കാറ്റ് മുന്നിലേക്ക് അടിക്കുന്ന രീതിയിൽ തിരിച്ചിട്ട് 2 ഓട്ടയ്ക്ക് ഇട്ടിട്ട് പ്ലാസ്റ്റിക് വയറിൻ്റെ കഷ്ണമോ മറ്റെന്തെങ്കിലും ഉറപ്പിച്ച് നിർത്താൻ പറ്റിയ സാധനം ഉപയോഗിച്ചിട്ട് കെട്ടി ഉറപ്പിച്ച് നിർത്തണം. ബൾബ് തുടർച്ചയായി കത്തുന്ന നേരം നിശ്ചിത അളവിൽ കൂടുതൽ ചൂട് വരുന്നേരം അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റാക്കി വെച്ച അളവിൻ്റെ മുകളിലേക്ക് എത്തുന്നേരം അത് ഓട്ടോമാറ്റിക് കട്ട് ആവുകയും ഒരു നിശ്ചിത അളവിൻ്റെ താഴോട്ട് എത്തുന്നേരം ഓൺ ആവുകയും ചെയ്യും. ഇതോടുകൂടി നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ വർക്ക് പൂർത്തിയായി. ഇതിൻ്റെ നിശ്ചിത ദിവസം കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നതാണ്. ഇങ്ങനെയാണ് ബൾബ് ഹോൾഡർ കണക്ട് ചെയ്യേണ്ടത്. വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ തോതിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് എന്തോ രോഗപ്രതിരോധ ശേഷിക്കേറ്റം വേണ്ടിയിട്ടാണ്.
അതുപോലെ ഇതിന് തീറ്റയായിട്ട് കൊടുക്കുന്ന പെല്ലറ്റ് വാങ്ങുന്ന പാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ ടൈറ്റിൽ അടച്ചു വെക്കണം. അത് ഈ സാധനം ചീത്തയാവുകയും അതുവഴി അണുബാധ ഉണ്ടായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. ഇത് വലിയ ഫാമിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് കരാർ അടിസ്ഥാനത്തിൽ വേറെ സ്ഥലത്ത് കൊടുത്തിട്ട് വളർത്തുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ഈ ചാക്ക് തുറന്നതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം ടൈറ്റിൽ അടച്ചിട്ട് ചരടിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പെല്ലറ്റ് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ ധാന്യങ്ങളും ഇതൊക്കെ കൂടി പൊടിച്ചിട്ട് ഡൈയിൽ പ്രസ് ചെയ്തിട്ട് കട്ടയാക്കി എടുക്കുന്നതാണ്. അതുപോലെ ഈ മുട്ടക്കോഴി വളർത്തൽ വലിയ തോതിൽ ലാഭം കിട്ടുന്നൊരു പരിപാടിയൊന്നുമല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മുട്ടക്കോഴിക്ക് തീറ്റ ഒരുപാട് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട്, അല്ല തുറന്നു വിടുന്ന കോഴിയായിരിക്കണം. ഞാൻ 100 കോഴിയുടെ ഒരു ഫാം നടത്തിയിരുന്നു. എനിക്ക് വേറെ വരുമാനമുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ലാഭകരമല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. എല്ലാവരുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. കാരണം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ ആത്മവിശ്വാസം കണ്ടെത്തി പുരോഗതി ആർജിക്കുക എന്നതാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. തുറന്നു വിടുന്ന കോഴികൾക്ക് തീറ്റ ചെലവ് വളരെ കുറവായിരിക്കും. കാരണം പകുതി അത് പുറത്തുനിന്ന് തിന്നും. എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ പറഞ്ഞാൽ കോഴികളെങ്ങനെ തുറന്നു വിടാൻ നായ്ക്കൾ സമ്മതിക്കില്ല. കാരണം നായ്ക്കളെ മുഴുവനും കോഴിയിറച്ചി തിന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് തുടങ്ങുന്നതാണ്. മുമ്പ് കുറുക്കനായാലും കോഴീനെ പിടിക്കും, അപ്പം നായി പിടിക്കും. അപ്പം നായി പിടിച്ച് തിന്നു കഴിഞ്ഞാൽ നായി നല്ല സുഭിഷ്ടമായ ഭക്ഷണം കഴിച്ചു കൂടും, നമുക്ക് കോഴി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പരിസരത്ത് തുറന്നു വിടുന്ന കോഴികളെ വളർത്തുന്നത് പ്രായോഗികമല്ല. അതുപോലെ കോഴീനെ അടച്ചിട്ട കൂട്ടിൽ വളർത്തുന്നതിന് ആവശ്യമായത്ര സ്പേസ് വേണം. അല്ലെങ്കിൽ തിക്ക് കുത്തി നിന്നാൽ വേഗം ചത്തുപോവുക ചെയ്യും. വേനൽക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഈ കോഴിക്കൃഷി എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ, ഒരു വായ്പാ മേളയോടനുബന്ധിച്ച് ഈ വികസന വകുപ്പിൻ്റെയും മൃഗസംരക്ഷണത്തിൻ്റെയൊക്കെ ആൾക്കാർ കോഴിക്കൃഷി വലിയ ലാഭകരമായ പരിപാടിയാണെന്നുള്ള ഘോരമായ പ്രസംഗം കേട്ടിട്ട് ആണ് ഞാൻ ഈ കോഴിക്കൃഷി തുടങ്ങിയത്. അങ്ങനെ മുട്ടക്കോഴീൻ്റെ കൃഷിയാണ് തുടങ്ങിയത്. തുടങ്ങി കുറച്ചു കാലം ഓടിച്ചപ്പം എനിക്ക് മനസ്സിലായി, ഒരു കോഴി ഒറ്റ ട്രിപ്പിൽ 2-3 മുട്ട ഒന്നിച്ചിട്ടാലേ കോഴിക്കൃഷി ലാഭകരമാവുള്ളൂ. അതായത് മുട്ടക്കോഴീൻ്റെ കൃഷി ലാഭകരമാവുള്ളൂ എന്നുള്ളത്. ഇതിന് തീറ്റ കൊടുക്കുന്ന പൈസ വളരെ കൂടുതൽ ആയിരിക്കും. അതായത് തുറന്നു വിടാൻ പറ്റാത്ത കോഴികളൊക്കെ ആണെങ്കിൽ അതാണ് പ്രശ്നം. അതായത് ശ്രീബുദ്ധന് ആലിൻ്റെ ചോട്ടിൽ തപസ്സിരുന്നപ്പം ജ്ഞാനോദയം ഉണ്ടായതുപോലെ കോഴിക്കൃഷി നടത്തിയപ്പം എനിക്കൊരു ജ്ഞാനോദയം ഉണ്ടായി. അതായത് തലയിൽ ജ്ഞാനം ഉദിക്കുക എന്നുള്ളത്. കോഴിയെ തീറ്റ കൊടുത്ത് വളർത്തിയാൽ മുട്ടക്കോഴിയാണെങ്കിൽ വലിയ പൈസയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ വളർന്ന് ഒരുപാട് കാലം വളർത്താതെ എളുപ്പത്തിൽ വിറ്റൊഴിക്കണം എന്നുള്ളത്. മുട്ട വിറ്റിട്ട് ഈ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം തീറ്റൻ്റെ പൈസ അതുപോലെ തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഒന്നുകിൽ കോഴീനെ ഒരു നിശ്ചിത വലുപ്പത്തിന് വേഗം വിറ്റൊഴിക്കണം. അല്ലെങ്കിൽ ഒരു കോഴി ഒറ്റ ട്രിപ്പിൽ 2-3 മുട്ട ഒന്നിച്ചിടണം. ഇത് മനസ്സിലായതോടുകൂടി ഞാൻ കോഴിക്കൃഷി നിർത്തി. ഇത്രയും സമയം പരിപാടി ശ്രദ്ധാപൂർവം വീക്ഷിച്ച ഏവർക്കും നന്ദി. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.